കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കുട്ടികൾ ഈ അവസരം ഉപയോഗപ്പെടുത്താം. നിങ്ങൾക്ക് മുന്നിലേക്ക് 2 വർഷം കഴിഞ്ഞു വരുന്ന എൻട്രൻസ് എക്സാമിനെ മുന്നിൽ കാണുക. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ CMA CA പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്കോ വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്താണ് +2 കഴിഞ്ഞ കുട്ടികൾ അവർ സബ്ജക്റ്റിലെ അവരുടെ +2 സബ്ജക്റ്റിൽ മാത്സ് എടുത്തിട്ടില്ല എന്ന വിഷയത്തിനെ ആലോചിച്ച് വിഷമിക്കുന്നത് കണ്ടിട്ടുള്ളത്. കാരണം ഒരുവിധപ്പെട്ട എല്ലാ എൻട്രൻസും, അതായത് ഇന്ത്യയുടെ ഉള്ളിലുള്ള ഏത് ഡിഗ്രി കോഴ്സുകൾക്കുള്ള എൻട്രൻസ് ആണെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ CUT എൻട്രൻസ്, CMA എൻട്രൻസ്, അതുപോലെ CAൻ്റെ എൻട്രൻസ് എന്തു തന്നെയാണെങ്കിലും എല്ലാത്തിലും ഉൾപ്പെട്ട ഒരു സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും വരുന്ന യൂണിവേഴ്സിറ്റികളിലെ ഏത് എൻട്രൻസ് എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ 2 സബ്ജക്റ്റാണ് പ്രധാനമായിട്ട് വരുന്നത്, ഇംഗ്ലീഷും മാത്സും. ഇംഗ്ലീഷ് നമ്മൾ എല്ലാവരും മെയിൻ സബ്ജക്റ്റായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ മാത്സ് അങ്ങനെയല്ല. കൊമേഴ്സ് കുട്ടികൾക്കും ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്കും മാത്സ് ഒഴിവാക്കിക്കൊണ്ടാണ് അവരുടെ സബ്ജക്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ +2 കഴിഞ്ഞിട്ടുള്ള എൻട്രൻസുകൾക്ക് അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ട്. ഈ വർഷം മുതൽ കേരള ഗവൺമെൻറ് ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. കൊമേഴ്സ് സ്ട്രീമിൽ പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇനി മുതൽ മാത്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. അതായത് മാത്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ സബ്ജക്റ്റ് മാത്രമായിട്ട് അവരുടെ സബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്യാം. ഇത് സ്കോൾ എന്ന് പറഞ്ഞ സംവിധാനം ഉപയോഗിച്ച് കേരള ഗവൺമെൻറ്റിൻ്റെ സ്കോൾ എന്ന് പറഞ്ഞ ഓപ്പൺ എഡ്യൂക്കേഷൻ സംവിധാനം ഉപയോഗിച്ചാണ് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെ, അതായത് നിങ്ങൾ ഏത് സ്കൂളിലാണോ പഠിക്കുന്നത് ആ സ്കൂളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. 2025 ഒക്ടോബർ 31 ഈ ഒരു സംവിധാനത്തിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. എല്ലാവരും മാത്സ് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു അഡീഷണൽ രീതി കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ആവശ്യമുള്ള കുട്ടികൾക്ക് മാത്സും കൂടെ അവരുടെ സബ്ജക്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അങ്ങനെ ഉൾപ്പെടുത്തിയാൽ എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ, ഗ്രാജുവേഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷന് പോകുമ്പോഴുള്ള എൻട്രൻസുകളെല്ലാം ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുള്ളൂ. അതർവൈസ് നിങ്ങൾ മാത്സ് ഇല്ല എന്നുള്ളൊരു പ്രശ്നം പറഞ്ഞുകൊണ്ട് പലയിടങ്ങളിലും പിന്തള്ളപ്പെടാൻ സാധ്യതയുണ്ട്.